റാമേ, ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ആഹാരത്തിന് ശേഷം 200-നടുത്ത് വരുന്ന നമുക്ക് ഇനിയിപ്പോ ഓപ്പറേഷൻ നോക്കിയാലോ? നോക്കാച്ച, എൻ്റെ പൊന്നേട്ടാ, ഞാൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അവരിതൊക്കെ അറിഞ്ഞാൽ പിന്നെ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്ക്. മോളുടെ പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു. എടുക്കാറോ? കയറിയിരിക്കും. ഓക്കെ മോളെ, റെഡി? ദേ ഇങ്ങോട്ട് നോക്ക് മോളെ. മുഖത്ത് മൊത്തം ഓയിലാണല്ലോ, ഒന്ന് പൗഡർ ഇട്ടിട്ടോ വന്നേ. ഡാ, ഇവിടെ നിന്ന് കിട്ടുന്നതും അവൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ആ വർക്കെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ ക്യാമറമാൻ ആകാമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ നിന്നെ ഇതിനൊക്കെ സഹായിച്ചത്. സത്യം പറഞ്ഞാൽ ഈ പടത്തിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അസിസ്റ്റൻ്റായിട്ട് ഞാൻ മടുത്തു. പണിയാണ്. പൈസയാണെങ്കിലും നേരെ ചൊവ്വെ കൈ കിട്ടത്തുമില്ല. ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോൾ, ഡേ നീ ഇത് കേൾക്കുന്നുണ്ടോ? എന്താ മോളെ ഇത്? ദേ മുഖത്ത് മൊത്തം പൗഡർ, അതൊക്കെ തുടച്ചു മാറ്റിക്കേ. ദേ ഉടുപ്പിലും ഒക്കെ ഇട്ട്. എടാ, ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി വന്ന കക്ഷികളാണ്. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അവന്മാരെന്നാലും ഇങ്ങനെ പണി തരുമെന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. എടാ, ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ആ പണിക്ക് പോയത്. ഞാൻ നിനക്ക് കാശ് മേടിച്ചു തരും. നീ ഇപ്പോൾ എവിടെന്നെങ്കിലും ഒന്ന് റോൾ ചെയ്യ്. റെഡിയല്ലേ മോളെ? എടുക്കാം. ആ, കൈ എടുത്ത് സ്മൈൽ. ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോട്ടോ. എന്തേ? വെറുതെ കുറച്ച് ദിവസമായില്ല അങ്ങോട്ട് പോയിട്ട്. പോകുമ്പോൾ വെറും കൈ വീശി പോകേണ്ടി വരും. എന്തോ അവിടെ വരെ പോയി വരാൻ തന്നെ ഒരു 10,500 രൂപ വേണ്ടി വരും. അച്ഛൻ്റെ മരുന്നിനും മറ്റൊന്നൊക്കെ ആയിട്ട് ആഴ്ചയിലൊരു 400 രൂപയെങ്കിലും ചിലവുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അന്നോയ വർക്കിനും പൈസ ഒന്നും കിട്ടില്ല. പൈസ വാങ്ങിക്കാതാണ് നിങ്ങൾ വന്നത്? പിന്നെ അച്ഛൻ്റെ കണ്ണാപ്രശ്നം നിങ്ങൾ ഏറ്റതോ? ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? പറ്റിപ്പോയി. എവിടെന്നെല്ലാം കുറച്ച് കടവപ്പിക്കുക, അതേ വഴിയുള്ളൂ. കടം വാങ്ങാൻ നിങ്ങൾക്ക് ആരാ ഉള്ളേ? കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അങ്ങോട്ട് വന്നാൽ പറഞ്ഞുതരാം. ഈ മരുന്ന് ഇനി എന്നും സർജറിയുടെ തലേദിവസം വരെ രാവിലെയും വൈകിട്ടും കണ്ണിലൊഴിക്കണം. ഏത് കണ്ണിനാ സർജറി? ആ, അപ്പൊ ഇത് ഇടത്തെ കണ്ണില് രാവിലെയും വൈകിട്ടും. പിന്നെ ഈ ടാബ്ലറ്റ് വൈറ്റമിൻ ടാബ്ലറ്റാ. ദിവസവും ഓരോന്ന് വീതം കഴിക്കണം. വെള്ളിയാഴ്ച ഒരു ഉച്ചയ്ക്ക് 12:30 വരണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗറിന്റെയാ. 200-ന് താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ സർജറി ചെയ്യത്തില്ല. ബാക്കി മരുന്നൊക്കെ അന്ന് നിങ്ങൾ ഇവിടെ വരുമ്പോ തരും. ഒരുപാട് പൈസയൊക്കെ ആയല്ലേ? ഇനി നിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം അതൊക്കെ. ഓക്കെ. അതെ, രാജന്റെ പിരിവിന്റെ കാശടയ്ക്കാനാ. ഒരു 4000 രൂപ നാടാ. പോവാ. എന്തെന്നാടോ കണ്ണു കണ്ടുകൂടെ? ഇല്ല സാർ. സാർ ലോട്ടറി ഒരെണ്ണം എടുക്കൂ സാർ.
ലോട്ടറി വേണോ? ബാ ചായ ഇവിടെ 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 ആ ആ ആ ആ ആ ആ കുളിച്ചോ. സുധാകരന്റെ കൂടെ വന്നാരാ? സർജറി കഴിഞ്ഞ ശേഷം കണ്ണിന് മറ്റു വല്ല ഇറിറ്റേഷൻ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇന്നേ ദിവസം നന്നായി സൂക്ഷിക്കണം. രാത്രി കിടക്കുമ്പോൾ സർജറി ചെയ്ത കണ്ണിന്റെ വശം തിരിഞ്ഞു കിടക്കരുത്. ആ ഒരുപാട് TV ഒന്നും കാണരുത്. റെസ്റ്റ് എടുക്കണം. ശരി. എന്നിട്ട് നാളെ കാലത്ത് 9:30 വന്നിട്ട് കെട്ടഴിക്കണം. അപ്പൊ ഈ മരുന്നൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി അവർ പറഞ്ഞു തരും. ഓ പറഞ്ഞു ഓർക്കണം, TV ഒന്നും കാണരുത്. ഓക്കെ ഡോക്ടർ. ഭയമല്ല, നിന്റെ സാമീപ്യം പോലും ഞാൻ വെറുക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ, നിന്റെ നുണക്കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. ഞാൻ ഇവിടേക്ക് വന്നത് നിങ്ങളോട് ചിലത് ആ ഹലോ രാധാകൃഷ്ണ. ആ പറഞ്ഞു. ആ ആ ആ രാമേ, ആച്ചാ. മോനെ ഇതൊന്ന് എഴുതിയെടുക്ക്. ആ ഏട്ടാ, എന്തൊക്കെയാ വേണ്ടേ? ഏട്ടാ, പറയട്ടെ. എവിടെ നോക്കിയാടാ ഓടിക്കുന്നത്? പതുക്കെ തുറക്കണേ, പതുക്കെ. എന്തായി ചെയ്യുന്ന വെച്ചാൽ കണ്ണാടി വെച്ചേ പൊടിയടിക്കും. പിന്നെ അവർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, തിളപ്പിച്ച് ആറ്റി വെള്ളം കൊണ്ടേ കണ്ണ് കഴുകാൻ പാടുള്ളൂ കേട്ടോ. എടാ, ഈ ഷർട്ടുണ്ടല്ലോ, ഇതിലെ വെള്ള വരെ അച്ഛൻ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നത്. 2 വർഷമായിട്ട് ഇട്ടോണ്ട് നടക്കുന്നതാടാ. എന്താണ് ഒരു ചിരി? നീ കാരണോ വന്ദന. താങ്ക്സ് ഫോർ ഹാവിങ് മൈ ബാക്ക്.
അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിയല്ലോ, ഇപ്പോഴൊരു സമാധാനമായി. എന്താ ഒരു ചിരി? എന്തൊരു ദുരുദ്ദേശം ഉണ്ടല്ലോ. പന്തോ ആ വള കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാനത് എടുത്തു തരാം കേട്ടോ. അവനവിടെ അമ്മയുടെ കൂടെ. ഇവൻ ഈ ഫോൺ എടുത്ത് എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഗുളികയും തീർന്നു. ഇന്ന് രാത്രിയിലും കഴിച്ചില്ല, നാളെ രാവിലത്തേക്കും ഗുളികയില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടെ? ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു.